മികച്ച ക്രാഫ്റ്റ്, ഷെയ്സന്റെ സംവിധാന മികവ് ഒന്നുകൊണ്ട് മാത്രം എല്ലാവർക്കും പ്രിയകരമായ ഒരു ചലച്ചിത്ര നിർമ്മിതിയുടെ നിർമ്മാതാവ്, സൃഷ്ടാവ് എന്ന നിലയിൽ ഷെയ്സനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജോൺ പോൾ സാറിന്റെ പേരിലാണ് നമ്മൾ ഈ അവാർഡ് നവാഗത ചലച്ചിത്ര പ്രതിഭകൾക്ക് നൽകുന്നത്. ജോൺ പോൾ സാർ SCVCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇക്കാലം അത്രയും സജീവമായി നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. ജോൺ സാറിന്റെ പത്നി ഐഷ ചേച്ചിയാണ് ഇവിടെ സന്നിഹിതയായിരിക്കുന്നത്. ചേച്ചി ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യും. SCVC ജാഗ്രതാ കമ്മീഷന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മൈക്കിൾ പുളിക്കലച്ചൻ അച്ഛനെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവ് ഒരു വാക്ക് സംസാരിക്കുന്നതിനും അവാർഡ് ഷെയ്സിന് നൽകുന്നതിനും വേണ്ടി പിതാവിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. സിനിമ ആരെങ്കിലും പറഞ്ഞ് മഹത്വമുള്ളതാക്കേണ്ടതല്ല, സിനിമ കണ്ടാണ് അതിൻ്റെ മഹത്വം അറിയേണ്ടത്. ഇന്ന് സിനിമാ ലോകത്ത് പലരും പറഞ്ഞ് സിനിമയെ മഹത്വമുള്ളതോ മഹത്വം ഇല്ലാത്തതോ ആക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഈ സിനിമ എന്നത് അത് കാഴ്ചയുടെ വിരുന്നാണ്. കണ്ണുകൊണ്ടാണ് സിനിമ വിലയിരുത്തപ്പെടേണ്ടത് എന്ന നിരൂപണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഷെയ്സന്റെ നേതൃത്വത്തിൽ ഒരു സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് പുറത്തിറക്കിയപ്പോൾ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. ഒന്ന്, ക്രിസ്ത്യൻ സിനിമകളെയും ക്രിസ്ത്യൻ ആചാരാനുഷ്ഠാനങ്ങളെയും അധിക്ഷേപിക്കാൻ സിനിമാ ലോകം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബോധപൂർവം ക്രിസ്ത്യൻ മൂല്യങ്ങളെ തകർക്കാനുള്ള പരിശ്രമം സിനിമാ ലോകത്ത് സംഘടിതമായി നടക്കുന്നു എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു കാലത്താണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയത്തെക്കുറിച്ച്, ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്വാഭാവികമായും വിജയിക്കുമെന്ന്. തീർച്ചയായും സഭ അതിന് പിന്തുണ നൽകി എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ഒരു പിന്തുണയുമില്ലാതെ സ്വാഭാവികമായി വിജയിക്കാൻ തക്ക വിധത്തിൽ കലാമൂല്യമുള്ള സിനിമ നിർമ്മിച്ചു എന്നതാണ് ഷെയ്സന്റെ സിനിമ സംവിധാനത്തിന്റെ മഹത്വവും സവിശേഷതയും. പ്രിയപ്പെട്ട ഷെയ്സൻ, we are really proud of you. We admire your ability in directing that film. Thank you for directing such a wonderful film in such a magnificent way. ഷെയ്സൻ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഷെയ്സന്റെ സിനിമ ഓസ്കാറിലേക്ക് പോലും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്സനിൽ നിന്ന് ഇനിയും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരാളുടെ കഴിവ് അയാളുടെ ആദ്യ സിനിമയിൽ തന്നെ നമുക്ക് അളക്കാവുന്നതാണ്. അപ്രകാരം അളന്നെടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല സംവിധായകരുടെ നിരയിൽ ഷെയ്സൻ എണ്ണപ്പെടും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഇവിടെ സിബുവച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥയുടെ പരിണാമഗുപ്തി ഒന്നുമില്ലാത്ത ഒരു സിനിമയെ എങ്ങനെ ഇത്രമേൽ ആകർഷണീയമായി വിജയത്തിലെത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് അത് അസാധാരണ പ്രതിഭകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സിസ്റ്റേഴ്സ്, ഈ സിനിമ കാണാത്ത ഒരു സിസ്റ്റർ പോലും കേരളത്തിലില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ പണിയോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണെങ്കിലും സിസ്റ്റേഴ്സ് എല്ലാവരും, വൈദികര്, ദൈവജനം, മറ്റ് മതസ്ഥരെ, കണ്ണൂരൊക്കെ ഇത് പ്രദർശിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി, ഇതര മതസ്ഥരെല്ലാവരും ഇത് പോയി കാണുകയും എന്താണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ, കേവലം ഒരു സിസ്റ്ററിന്റെ കഥ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ പുറകെ നടന്ന് എന്തോ സമ്മാനം കൊടുത്ത് പറ്റിച്ച് അവരുടെ തലയിൽ വെള്ളമൊഴിച്ച് മാമോദിസ മുക്കുന്ന പണിയാണ് എന്നൊക്കെ ഒരു ഭാഗത്തു നിന്ന് വലിയ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ എന്താണ് ഈ ക്രിസ്ത്യൻ മിഷണറി വർക്ക് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു വാസ്തവത്തില് ഈ സിനിമ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് കലാമൂല്യം എന്നുള്ളതിന് ഉപരിയായി സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ
കാറ്റഗേസിസ് കൂടിയായിരുന്നു ഈ സിനിമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ഷെയ്സൺ, സമയം പരിമിതമായതുകൊണ്ട് ഞാൻ കാരണമാണ് കുറെ സമയം താമസിച്ചത്. ഞാനല്ല, ട്രെയിനാണ് അതിൻ്റെ ഉത്തരവാദി. എങ്കിലും അതുമൂലം ഇനിയും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഷെയ്സന്റെ ഈ സിനിമാ സംരംഭത്തിന് അതൊരു വലിയ തുടക്കമാണ്. അതൊരു വലിയ നേട്ടങ്ങളുടെ ഒരു നാന്ദിയായി ഈ ഒരു സിനിമ മാറട്ടെ എന്ന ആശംസയോടെ ഷെയ്സനെ ആദരിക്കാൻ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ച് ജോൺ ബോൾ സാറിന്റെ പേരിൽ, ജോൺ ബോൾ സാറിന്റെ ആത്മാവിലും ജീവനിലും മനസ്സിലും എന്നും നിറഞ്ഞു നിന്നത് സഭയും സഭയോടുള്ള സ്നേഹവുമാണ്. കലയും സഭയും സാറിന്റെ ജീവിതത്തിൽ ഹൃദയരക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഇവിടെ ഏത് മീറ്റിങ്ങിന്റെയും മുൻനിരയിൽ ജോൺ ബോൾ സാർ എന്നും ഈ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തി, ജേക്കബ് അച്ഛനേക്കാളും കൂടുതൽ സന്നിഹിതനായിട്ടുള്ള വ്യക്തി ജോൺ ബോൾ സാർ ആയിരിക്കും ഒരുപക്ഷെ. ആ സാറിന്റെ അസാന്നിധ്യം POCക്കും കേരള സഭയ്ക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. സാറിന്റെ ജീവിത പങ്കാളിയെ സാക്ഷി നിർത്തിക്കൊണ്ട് സാറ് വഴി സഭയ്ക്ക് കൈവന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ അവാർഡിന് ഷെയ്സനെ തിരഞ്ഞെടുത്ത അവാർഡ് നിർണയ സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഏറ്റവും അനുയോജ്യരായ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളത്. ചിലപ്പോഴൊക്കെ KCBC മീഡിയ അവാർഡ് കൊടുത്തു കഴിയുമ്പോൾ എന്തു വകയിൽ അത് കൊടുക്കുന്നത്, ആള് പണ്ട് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ, ഇങ്ങനെ അഭിനയിച്ചല്ലോ എന്നുള്ള വഴക്ക് സ്ഥിരമായി ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഈ അവാർഡ് നിർണയിച്ചപ്പോൾ എല്ലാ കുറവും പരിഹരിച്ച് എല്ലാവരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. സന്തോഷകരമായ ഒരു അവാർഡാണ്, ജനം ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് വാസ്തവത്തിൽ നമ്മൾ കൊടുത്തത് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ്. ഒരിക്കൽ കൂടി സംവിധായകനും ടീം അംഗങ്ങൾക്കും ഇതിനുവേണ്ടി അധ്വാനിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാ ഭാവവും ഇത് ശ്രീ ജോൺ പോൾ സാറിന്റെ അവാർഡ് എനിക്ക് കിട്ടിയതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ജോൺ പോൾ സാറിനെ കുറിച്ച് കുറച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ അവാർഡിന് കിട്ടാൻ മാത്രം ഉള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. കാരണം 1950 ജനിച്ച് ഏകദേശം 2022 കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ സാറ് വെറും 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 40 വർഷം കൊണ്ട് ഏകദേശം 100-ൽ പരം സിനിമകൾക്ക് തിരക്കഥകൾ എഴുതി. ഓർക്കുക, 100-ൽ പരം സിനിമകൾക്ക്. ഞാനിവിടെ ഒരു സിനിമ ചെയ്ത് നടുവൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് 100-ൽ പരം സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതി. അത് 1980 IV ശശിയുടെ ചാമരം എന്ന സിനിമയിലൂടെ ഒരു തിരക്കഥ കൃത്യമായിട്ട് കടന്നു വരികയാണ്. അതിനുശേഷം നമ്മുടെ അഭിവന്തി പിതാവ് പറഞ്ഞതുപോലെ സഭയോട് ചേർന്ന് നിന്ന് വാല്യൂ ബേസ്ഡ് മൂല്യമുള്ള തിരക്കഥകൾ രചിച്ച് കേരളീയ മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമക്കാരനായിരുന്നു, ഒരു വലിയ മനുഷ്യന്റെ മനസ്സിന്റെ ഉടമയായിരുന്നു ശ്രീ ജോൺ പോൾ സാറ്. ഇന്ന് അദ്ദേഹത്തിന്റെ വൈഫും മകളും ഹസ്ബൻഡൊക്കെ ഇവിടെ സന്നിധരാണ്. അവരോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം നമ്മുടെ സഭയ്ക്കും അതുപോലെ സമൂഹത്തിനും ചെയ്തു തന്ന നന്മകൾ അല്ലെങ്കിൽ ആ വഴികൾ. അപ്പോൾ അത്രയും വലിയ മനുഷ്യന്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് KCBC മീഡിയ കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന ഫാദർ സിബുവിനോടും പിതാക്കന്മാരോടും എല്ലാവരോടും ഞാൻ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ കടന്നു വരുമ്പോൾ, ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായ സൈബർ ക്രൈം എന്നതിനെ പറ്റിയുള്ള ഒരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് ജിൻസ് തോമസ്
അദ്ദേഹം സൈബർ ക്രൈമിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുത്തിരുന്നു ഒന്ന് തലചൊറിഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇതിന്റെ സൈബർ ക്രൈമിന്റെ അറ്റാക്കിൽ പെട്ടുപോകുന്നവരാണ്. ഞാനൊരു കഥ പറഞ്ഞോട്ടെ. 2014 ന്യൂയോർക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അച്ഛൻ, എനിക്ക് തോന്നുന്ന ഈ കഥ ഞാൻ ഫാദർ ആന്റണി അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണത്. അച്ഛന് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ചൈനയ്ക്ക് പോകണം. അപ്പൊ ചൈനയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചൈനയിൽ സുവിശേഷ പ്രഘോഷണം പരസ്യമായി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കച്ചവടക്കാരന്റെ രൂപത്തിൽ, കച്ചവടക്കാരന്റെ പേര്, നാമം സ്വീകരിച്ച് അദ്ദേഹം ചൈനയിലേക്ക് ചെല്ലാണ്. അങ്ങനെ എമിഗ്രേഷൻ ഓഫീസ്, ചൈനയിലേക്ക് പറന്ന് അവിടെ ചെന്നു, എമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇവിടെ? അപ്പൊ അച്ഛൻ ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാൻ ഒരു കച്ചവടത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, കം ടു ദ ബാക്ക് സൈഡ്, പുറകുവശത്തെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പുറകുവശത്തെ മുറിയിലോട്ട് കൊണ്ടുചെന്ന് അവിടെ ഇരുത്തി. എന്നിട്ട് അവിടുത്തെ സ്ക്രീനിൽ അച്ഛന്റെ ജനനം മുതൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന്റെ എടുത്ത ഫോട്ടോസ് മുഴുവൻ, ലാസ്റ്റ് ഇമെയിൽ ചൈനീസ് അവരെ കൗണ്ടർ പാർട്ടിന് അയച്ച് ലാസ്റ്റ് ഇമെയിൽ വരെ ഈ വ്യൂ ഫൈൻഡറിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ കച്ചവടത്തിന് വന്നതാണോ അതോ വേറെന്തെങ്കിലും പരിപാടിക്ക് വന്നതാണോ? ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സൈബർ ക്രൈം, ഇന്നത്തെ ആ ഡെപ്ത്, അത് എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ അത് ശ്രവിക്കുന്നു. ഈ അടുത്ത കാലത്ത് സൈബർ ക്രൈമിനെ പറ്റി ഞങ്ങൾ ഒരു ആഡ് ഫിലിം അവിടെ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജ് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവിടുത്തെ സൈബർ ക്രൈമിന്റെ മെയിൻ ഇൻചാർജായ മുംബൈ സൈബർ ക്രൈമിന്റെ മെയിൻ ഇൻചാർജായ വ്യക്തിയായിരുന്നു ഇതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു സൈബർ ക്രൈമിനെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം തല ചൊറിഞ്ഞിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ ഒരു 2000 രൂപ ഒരുത്തൻ അടിച്ചു കൊണ്ടുപോയി. മുംബൈ സൈബർ ക്രൈമിന്റെ ഹെഡായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലൂടെ ആപ്പിലേക്ക് കയറി 2000 രൂപ അടിച്ചെടുത്ത് കൊണ്ടുപോയി. അതാണ് സൈബർ ക്രൈമിന്റെ എൻട്രി. എനിവേ, ഞാൻ അത് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഡയലോഗിലോട്ട് ഒന്ന് വന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്, എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. CRO-മാരുടെയും അതുപോലെ തന്നെ ജാഗ്രത കമ്മീഷൻ ഡയറക്ടർമാരുടെയും മീറ്റിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ നയിക്കുന്നത് എങ്ങോട്ട്, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയുടെ വാർത്തകൾ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു, ഏത് തരത്തിലാണ് നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നത്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നൽകുന്നതിനാണ്. ഇന്ന് പിതാവിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഈ മാധ്യമ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട റോമി മാത്യു സാറ്, മലയാള മനോരമ ടെലിവിഷൻ്റെ MMTVയുടെ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് അദ്ദേഹം. ഒരുപക്ഷെ ഗൂഗിളിൻ്റെ ദിലീപുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഗൂഗിൾ ഡീപ് മൈൻഡിൻ്റെ ഡയറക്ടർ ഒരു മലയാളിയാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരുപക്ഷെ ഏക ഇൻ്റർവ്യൂ നടന്നത് മലയാള മനോരമയുടെ ചാനലിലാണ്. അത് ചെയ്തത് റോമി ചേട്ടനാണ്. അങ്ങനെ ഈ വിഷയവുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നമ്മളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി, വളരെയേറെ തിരക്കുകളുള്ള ഒരാൾ, റോമി മാത്യു സാറ് ഏറെ ആദരവോടെ ഈ ഒരു ചടങ്ങിൽ നമ്മൾ വിളിച്ചപ്പോൾ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. സിജോ ഈ എറണാകുളം നഗരത്തിന് ചിരപരിചിതനാണ്. ദീപികയുടെ കൊച്ചി ബ്യൂറോ ചീഫ് എന്ന നിലയിൽ ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ സിജോ കൈകാര്യം ചെയ്യുന്ന ഫീച്ചറുകളൊക്കെ സമൂഹത്തെ ഏറെ ബാധിക്കുന്ന, ഈ നമ്മുടെ മത്സ്യം രാസമാലിന്യങ്ങൾ മൂലം ചത്തുപൊങ്ങുന്നതൊക്കെ, ആ വിഷയങ്ങൾ, പ്രകൃതി, പുഴകളുടെ മലിനീകരണം മുതലായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചർ സിജോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിരന്തരമായി നമ്മുടെ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് സിജോ. ഏറെ ആദരവോടെ സിജോയെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട കിരൺ, സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരമായി അതിനെ പഠിക്കുകയും വസ്തുതകൾ ശേഖരിച്ച് അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ ബോധവൽക്കരിക്കുന്ന പ്രക്രിയയിൽ നിരന്തരം ഇടപെടുന്ന, സാധാരണഗതിയിൽ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു പക്ഷം ചേരാതെ നിന്ന എന്നാൽ സമൂഹത്തെ വീക്ഷിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിലാണ് ചാനലുകൾ പ്രസന്റ് ചെയ്യുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ ഒരു സാമൂഹ്യ മാധ്യമ നിരീക്ഷകനെന്നും സാമൂഹ്യ നിരീക്ഷകനെന്നും
വിശേഷിപ്പിക്കാവുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് കിരൺ. ഏറെ ആദരവോടെ കിരണിനെ സ്വാഗതം ചെയ്യുന്നു. KCBC ജാഗ്രത കമ്മീഷന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മൈക്കിളച്ചൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ജാഗ്രത മാസികയും ജാഗ്രതയുടെ എല്ലാ രൂപതകളിലുമുള്ള ജാഗ്രത കോർഡിനേറ്റർമാരുടെ സജീവമായ ഒരു സംഘാടനം സാധ്യമായതുമൊക്കെ മൈക്കിളച്ചൻ്റെ നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ്. അതിന് ഏറെ നേതൃത്വം നൽകുന്നത് മൈക്കിളച്ചനാണ്. ഏറെ സ്നേഹത്തോടെ മൈക്കിളച്ചനെ സ്വാഗതം ചെയ്യുന്നു. പാലക്കാപ്പള്ളിച്ചനെ ഇവിടെ കാണാഞ്ഞപ്പോഴാണ് വിട്ടുപോയത്. നമ്മുടെ POCയുടെ ഡയറക്ടർ അച്ഛൻ, KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി അച്ഛൻ ജേക്കബ് പാലക്കാപ്പള്ളിച്ചനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബാക്കി വന്നിരിക്കുന്ന എല്ലാവരും, കപ്പിസ്ഥാൻ ലോപ്പസ് അച്ഛനെയൊക്കെ ഇന്ന് KRCCയുടെ അവിടെ വലിയൊരു ചടങ്ങ് നടക്കുന്നതാണ്. ലാറ്റിൻ സഭയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി, അതുപോലെ തന്നെ ജിതിൻ മലങ്കര സഭയുടെ മീഡിയ സെക്രട്ടറി, അതുപോലെ തന്നെ ആന്റണി VCHN സിറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആൾ. അങ്ങനെ വ്യത്യസ്തമായി പല വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ ആണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും. അവരുടെ 3 പേരുടെയും പേര് പറഞ്ഞത് അവർ KCBCയുടെ മീഡിയ കമ്മീഷന്റെ ജോയിന്റ് സെക്രട്ടറിമാർ കൂടി ആയതുകൊണ്ടാണ്. ജാഗ്രത കമ്മീഷന്റെ ജോയിന്റ് സെക്രട്ടറിമാരുടെ പേര് അറിയാത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവ് ഈ മാധ്യമ സെമിനാറിന്റെ ഒരു ദിശാബോധം നൽകുന്ന ചർച്ചകൾക്ക് തുടങ്ങി വെക്കാൻ സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. POCയുടെ ഡയറക്ടർ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ വന്നതിന് ശേഷം POC വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വന്തം വീട്ടിൽ വന്നൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ജേക്കബ് അച്ഛന് പ്രത്യേകം നന്ദി. പ്രിയപ്പെട്ട മാധ്യമ സെമിനാർ നയിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ റോമി മാത്യു, കിരൺ തോമസ്, അതുപോലെ സിജോ പൈനാടത്ത്, സിബു അച്ഛ, ബാക്കിയുള്ള അച്ഛന്മാരും വിട്ടുപോയി. അപ്പോൾ പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, നമ്മൾ സഭയുടെ ജാഗ്രതാ കമ്മീഷന്റെ മീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ചുമതല വഹിക്കുന്നവരാണ്. ഈ സമകാലിക അജപാലന മേഖലയിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. നിങ്ങൾക്ക് എവിടെ നോക്കിയിരിക്കുക, ഇതിനൊക്കെ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ, എന്തിനാണ് ഇവിടെ ഒരു മീഡിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് പ്രസ്ബിറ്റേറിയത്തിൽ ചോദ്യം കേൾക്കാത്ത ഒരു മീഡിയ ഡയറക്ടർ ഇവിടെ ഉണ്ടായി. ഇത് വിചാരിച്ച് ഇപ്പൊ വേറൊരുത്തനെ വെച്ചാൽ ഇപ്പൊ ശരിയാകും എന്ന് വിചാരിച്ചാല് അതിനേക്കാളും ഗതികേടിലായിരിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പുറമെ നിൽക്കുന്നവർക്ക് നോക്കുമ്പോൾ പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു വിഷയമായിട്ട് അവർക്ക് തോന്നും. പക്ഷേ പുറമേ ഉള്ളവർ സർവസന്നാഹങ്ങളോടെ നമ്മളെ ആക്രമിക്കുവാൻ 20,000 ഭടന്മാരുമായി വരുമ്പോൾ, മിശിഹ 1000 ഭടന്മാരുടെ കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ 1.5 ഭടന്മാരെയുമായിട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റുകളൊക്കെയും തന്നെ. അതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളും അരക്ഷിതാവസ്ഥകളും കുറവുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സിനഡ് കൂടുമ്പോൾ ഞാൻ എന്നോടും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മീഡിയ കമ്മീഷൻ അതിന് പ്രതികരിക്കാഞ്ഞത് എന്ന് എന്നോടും ചോദിക്കാറുണ്ട്. അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളിതെല്ലാം കേൾക്കുന്നവരാണ്. പക്ഷെ ഞാൻ അവരോട് പറയും, പിതാക്കന്മാർ വളരെ അനുഭാവപൂർവ്വം അത് വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പരിക്കേൽക്കാറില്ല. ഞാൻ പറയാറുണ്ട്, അങ്ങനെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ഒറ്റ പ്രതികരണത്തിൽ തീരുന്നല്ലോ. ഒന്ന് പ്രതികരിച്ചു കഴിയുമ്പോൾ അതിനോട് 100 പ്രതികരണം വരും. ഏതിനോടൊക്കെയാണ് നമ്മൾ പ്രതികരിക്കാൻ പോകും. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു നിലപാടുകൾ വ്യക്തമാക്കി ഒരു നയം സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വഴിയെ പോകുന്ന എല്ലാവരോടും കലഹിക്കുക എന്നുള്ളത് സഭയുടെ മീഡിയ നയം ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പണ്ട് എവിടെയോ വായിച്ചൊരു പഞ്ചതന്ത്രം കഥയുണ്ട്. കുതിരയും കഴുതയും തമ്മിൽ വഴക്ക്, ഭയങ്കര ഉന്തും തള്ളും, ഭയങ്കര ബഹളമാണ്. സിംഹരാജൻ രണ്ടുപേരെയും വിചാരണ ചെയ്തപ്പോൾ സിംഹം പറഞ്ഞു, ഈ കുതിരയെ പിടിച്ച് ഒരു കൊല്ലം ജയിലിലിടാം. ഇവരുടെ തർക്ക വിഷയം എന്നായിരുന്നു എന്നോട് അറിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പുല്ലിന്റെ നിറം പച്ചയാണെന്ന് കുതിര, മഞ്ഞയാണെന്ന് കഴുത. ഇതിന്റെ പേരിലാണ് തർക്കം. സത്യം പറഞ്ഞ കുതിരയെ പിടിച്ച് ജയിലിലിടാൻ സിംഹം കൽപ്പിച്ചു.
ഇതെന്തൊരു മര്യാദകളാണെന്ന് എല്ലാവരും ചിന്തിച്ചു. കുതിരയും ചോദിച്ചു, സിംഹരാജൻ അങ്ങിങ്ങനെ അന്യായം കാണിക്കാൻ പാടും? പുല്ലിന്റെ നിറം പച്ചയാന്ന് അങ്ങേക്ക് അറിയാൻ മേൽ. ഉടനെ സിംഹം പറഞ്ഞു, പുല്ലിന്റെ നിറം പച്ചയല്ലാത്തതുകൊണ്ടല്ല നിന്നെ പിടിച്ച് ഞാൻ ജയിലിലിട്ടത്, മറിച്ച് ഈ കഴുതയോട് തർക്കിക്കാൻ പോയതിന്റെ പേരിലാണ് നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ വാസ്തവത്തിൽ ഈ അനാവശ്യ തർക്കങ്ങളുടെ ഭാഗമാവുക എന്നുള്ളത് സഭയുടെ മീഡിയ നയത്തിന്റെ ഭാഗമല്ല. പക്ഷേ ഓരോ വിഷയങ്ങളിലും സഭയുടെ നിലപാട് ഇന്നതാണ് എന്ന് കൃത്യതയോടെ പറയാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് മറ്റു പലരും ആ രംഗം കൈയടക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ചെറിയ ഉദാഹരണം, സമീപകാലത്ത് ഞാനും ഏറ്റവും അധികം ചീത്ത കേൾക്കുന്ന ഒരു വിഷയം സഭയുടെ ഇതര മത നയത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. നമ്മൾ സാഹോദര്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. വി ഹാവ് വൺ സ്റ്റോറി, ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് നസ്രായൻ എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഭീകരമായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇവരുടെ ഒന്നും വായിക്കുകയല്ല. അതെന്റെ ഒരു 4ാമത്തെ വ്രതമാണ്. ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും പോലെ നമ്മളെ തെറി പറയുന്ന ഈ ഓഷ്കാണ്ടന്മാരെ കേൾക്കുകയല്ല. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അവനൊരു അസാധാരണ സംതൃപ്തി ഉണ്ടാകും. ആ സംതൃപ്തി അവന് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്, പലരും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. ആ കാര്യത്തിൽ പല അച്ഛന്മാർക്ക് എന്തോ ഒരു സ്നേഹമാണ് മെത്രാനോടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. പിതാവിനെ ഇന്ന ആളുകൾ തെറി വിളിച്ചു എന്ന് പറയുന്നതില് അവരും വല്ലാതൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത് ഈ സുവിശേഷമാണ് നമ്മുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ എന്ന് പറയും. അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. സുവിശേഷത്തെ ബലി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു സമുദായത്തെയും വളർത്താൻ ശ്രമിക്കരുത്. നമുക്ക് എക്കാലത്തേക്കും എന്നത്തേക്കുമായിട്ടുള്ളത് ക്രിസ്തുവിന്റെ സുവിശേഷം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മീഡിയ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് അവർ മീഡിയ എത്തിക്സ്. അത് വിട്ടേച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ചില സംഘടനകളും പ്രസ്ഥാനങ്ങളും രംഗം കൈയടക്കിയതിലൂടെ എല്ലാവരെയും നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെ, അതും നമ്മളെ ആക്രമിക്കുന്നവരെ എല്ലാവരെയും പൊതുവായി ചീത്ത വിളിച്ചാൽ എനിക്ക് അതിനകത്ത് പരാതിയില്ല. അതിൽ വളരെ സെലക്റ്റീവായിട്ട് ആരുടെയൊക്കെയോ വക്താക്കളായി നിന്നുകൊണ്ട് ചില പ്രചാരണങ്ങൾ കേരള സഭയിൽ വളരെ ശക്തിപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അത് ചില സംഘടനകളാണ്. ഈ സംഘടനകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളൂ. ന്യൂനപക്ഷങ്ങളിൽ എല്ലാവരും സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ലേ. അത് തിരിച്ചറിയാനും അതിനെ നമ്മുടെ സാമുദായിക പക്ഷത്ത് നിന്ന് മനസ്സിലാക്കാനും അതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുമുള്ള ത്രാണി കേരള സഭയ്ക്കുണ്ട്. അത് സഭയുടെ കരുത്താണ്, സഭയുടെ ഇന്റേണൽ പവറിൽ അതുണ്ട്. അത് നമ്മൾ മറ്റാർക്ക് അടിയറ വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അത് പ്രണയക്കുരുക്കുകളെ കുറിച്ചായിക്കോട്ടെ, ഇതര മതങ്ങളുടെ മറ്റ് അതിപ്രസരങ്ങളെ കുറിച്ചായിക്കോട്ടെ, സഭ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ തക്ക ആന്തരിക കരുത്ത് ഈ സഭയ്ക്ക് ഇനിയും ചോർന്നു പോയിട്ടൊന്നുമില്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അതാണ് മീഡിയ ഡയറക്ടർമാരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ ആ സ്പേസ് സുവിശേഷ വിരുദ്ധമായ ആശയങ്ങൾ കൈയാളുന്ന ചിലര് കൈവശപ്പെടുത്തുകയും നമ്മൾക്ക് സ്പേസ് ഇല്ലാത്തൊരനുഭവം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയും. അത് ആർക്കെങ്കിലും വേണ്ടി ചിലരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയല്ല നമ്മൾ ചെയ്യും. നമ്മുടെ ജാഗ്രതാ കമ്മീഷൻ പ്രിയപ്പെട്ട പുളിക്കലച്ചന്റെ നേതൃത്വത്തിൽ വളരെ ശാസ്ത്രീയമായി പഠിച്ച് ഓരോ വിഷയങ്ങളെ കുറിച്ചും സമഗ്രമായ അറിവുകൾ നൽകുന്നു. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ച്, ഈ നാട്ടില് ചില ന്യൂനപക്ഷ സംഘടനകൾ ഉയർത്തുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഒക്കെയും നമുക്ക് അവബോധം ഉണ്ടായിരിക്കും. ആ അവബോധം അതിന്റെ സമഗ്രതയിൽ ഉണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ പ്രതികരണങ്ങൾക്ക് സുവിശേഷത്തിന്റെ പ്രകാശമുള്ളൂ എന്ന് തിരിച്ചറിയുക. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കുഴലൂതുന്നവര് സഭയുടെ ഔദ്യോഗിക വക്താക്കളും സഭയുടെ സംരക്ഷകരുമായി പരിണമിക്കുന്ന സാഹചര്യം ഒഴിവാക്കിയെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പ്രഖ്യാപിത നയമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. We are able to stand for the church. We are able to speak out on behalf of the church. And we are able to defend our community എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതും. കാരണം മീഡിയ രംഗത്തെ ഈ ഇടപെടൽ മാത്രമല്ല, ചില സംഘടനകൾ പറഞ്ഞു വന്ന് നമ്മുടെ വേദപാഠം, മതബോധനം ശുദ്ധ പരാജയമാണ്. വൈദികരുടെ നേതൃത്വം യൂസ്ലെസ് ആണ്. സഭാ നേതൃത്വം വേസ്റ്റാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രബോധനങ്ങൾ സഭാവിരുദ്ധമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസില് മഹാപാഷണ്ഡതയാണ്. ഇങ്ങനെ പറഞ്ഞു അങ്ങ് പോവുകയാണ്. സഭയുടെ അടിസ്ഥാനങ്ങളെല്ലാം കടപുഴക്കുന്നതിന് വേണ്ടിയുള്ള സംഘാതമായ നീക്കമാണ്. ഇത്തരം സംഘടനകളിൽ പലതും സ്ഥാപിച്ചത് ക്രിസ്ത്യാനികളല്ല, മറ്റ് ചില പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനങ്ങളിലാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നാം എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ശക്തരായ നായകര് നമ്മളെ ഈ രംഗത്ത് നയിക്കാൻ വേണ്ടിയുണ്ട്. ഞാൻ സഭയുടെ ഒരു നയം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സഭയ്ക്കെതിരെ വരുന്ന എല്ലാ തെറ്റുകളെയും, അത് ഏത് കോണിൽ നിന്ന് വരുന്നതാണെങ്കിലും, അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ കാണും. അതിനെ സഭയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്വം. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വർഗീയത പറയേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ വർഗീയ വിഷം ചീറ്റി സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കേണ്ട കാര്യവുമില്ല. നാം നാളിതുവരെയും നമ്മുടെ കാര്യങ്ങൾ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സമുദായ സ്പർദ്ധയും വളർത്താതെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണെന്ന് ഓർക്കുക. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം, 80-20% അന്യായം, അത് കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചു എന്നുള്ളത് സന്തോഷകരം. പക്ഷേ ഈ 20% പോലും നമ്മളുടെ ആളുകൾ ഈ കഴിഞ്ഞ വർഷവും നേടിയില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കും. EWS സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവർ കഴിഞ്ഞ വർഷം ജോലി രംഗത്ത് നേടിയെടുത്തത് കേവലം 7%. അഡ്മിഷൻ രംഗങ്ങളിൽ, പരീക്ഷകളിൽ ക്രൈസ്തവർ അത് ഉപയോഗിച്ചത് 9 മുതൽ 10 വരെ ശതമാനം മാത്രമാണ് എന്ന് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇത് ഇതര സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് കൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല. നമ്മുടെ ഇടയിൽ നമ്മൾ കൂടുതൽ ശക്തരായി മാത്രമേ ഈ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് അതെല്ലാ മേഖലകളും, അത് മയക്കുമരുന്ന് വിഷയങ്ങളിലാകട്ടെ, പ്രണയ ചതികളെ കുറിച്ചാകട്ടെ, നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ സമുദായം സംഘാതമായി നേരിടേണ്ടതുണ്ട്. ഏതെങ്കിലും രക്ഷകർ നമ്മളെ രക്ഷിക്കും എന്ന തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിയെടുക്കും. അതാണ് ഈ ഒരു മീഡിയ സെമിനാറിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ വിഷയം. ഈ സൂര്യനുള്ള കാലത്തോളം ഈ നാട്ടിലെ വിവിധ മതങ്ങൾ സ്നേഹത്തിലും കൂട്ടായ്മയിലും കഴിയണം. അത് സഭയുടെ പ്രഖ്യാപിത നയമാണ്. അതിലാരും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് എല്ലാ മതങ്ങളും തുല്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല സഭ മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയുന്നത്. മറിച്ച് സഭയുടെ മതസൗഹാർദ്ദം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ മനുഷ്യരും ദൈവപിതാവിന്റെ മക്കളാണ്, അതിനാൽ സഹോദരങ്ങളാണ്. ഇതാണ് സഭയുടെ മതസൗഹാർദ്ദം. എല്ലാ മതസ്ഥരും ജാതി മത ഭേദമന്യേ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ, ഈശോമിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. ആ ഒരു വിചാരധാരയിൽ നിന്നാണ് നമ്മൾ സാഹോദര്യത്തിന്റെ ദർശനം പറയുക. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പാപ്പായും പിന്നീട് ഫ്രാൻസിസ് പാപ്പായും രക്ഷയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം പിതാവും മനുഷ്യരെല്ലാം സഹോദരങ്ങളുമാണ് എന്ന അവബോധമാണ് രക്ഷ. ഈ സത്യം പ്രഘോഷിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷം.
ഇപ്രകാരമുള്ള സഭയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ബലി കൊടുക്കാതെ സമകാലിക പ്രശ്നങ്ങളെ ധൈര്യപൂർവം നേരിടാൻ നാം സജ്ജരാകേണ്ടതുണ്ട് എന്ന സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ആ ഒരു ദിശാബോധത്തിൽ ഈ സെമിനാർ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത പ്രിയപ്പെട്ട ഐക്യ ജാഗ്രതാ കമ്മീഷനെയും അതുപോലെ KCBC മീഡിയ കമ്മീഷനെയും അതിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി അച്ഛന്മാരെയും ശിബു അച്ഛൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മീഡിയ കമ്മീഷന്റെ ക്രമീകരിക്കുന്നതിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ പരസ്യമായി അച്ഛനെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ കൂടിവരവ് ഔദ്യോഗികമായി ആരംഭിച്ചതായി അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം. അഭിനന്ദ പിതാവേ, ബഹുമാനപ്പെട്ട റോമി ചേട്ടൻ, ശ്രീ കിരൺ, ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പെരുമഴയുടെ കാലമാണ്. പെയ്യുന്ന മഴ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ചുറ്റും അറിയുന്നില്ല. സംസ്ഥാനത്തെമ്പാടും പെരുമഴയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പെരുമഴക്കാലത്ത് പെയ്യുന്നതെല്ലാം മനോഹരമായ മഴയാണോ, നമുക്ക് പരിക്കേൽപ്പിക്കുന്ന മഴയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു വല്ലാത്ത പെരുമഴക്കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു സാമൂഹ്യ മാധ്യമ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഈ സഭയുടെ, കേരള സഭയുടെ ആസ്ഥാനത്ത് സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, അതിൻ്റെ നന്മകളെക്കുറിച്ച്, ഒപ്പം തന്നെ അനിവാര്യമായ ജാഗ്രതയെക്കുറിച്ചൊക്കെ ഒരുമിച്ചിരുന്ന് ചിന്തിക്കാനായിട്ടുള്ള കുറച്ച് സമയങ്ങളാണ് ഇത്. പ്രഗത്ഭരായ 2 വിഷയാവതാരകർ നമുക്കൊപ്പമുണ്ട്. പ്രഗത്ഭരായ സദസ്സും നമുക്ക് ഒപ്പമുണ്ട്. അതിനെ ഒന്ന് കൂട്ടിയിണക്കുക എന്നുള്ള ചെറിയ ദൗത്യം മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് ഇവിടെ ഇത്തരം ഒരു വിഷയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നുമായി കേട്ട 2 വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കാര്യം, സാമൂഹ്യ മാധ്യമ കാലത്ത് ജീവിച്ച ഒരു പയ്യൻ അടുത്ത നാളുകളിൽ വിശുദ്ധനായി മാറാൻ പോവുകയാണ്. കാർലോ അക്യൂട്ടിസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആഗോള സഭയുടെ അഭിമാനമായി വിശുദ്ധ പദവിയുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ചില പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത. ഇന്നലെ നമ്മൾ വത്തിക്കാനിൽ നിന്ന് കേട്ട വാർത്തയാണ്. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടായപ്പെട്ട കാലത്ത് അതിന്റെ സാധ്യതയെ ക്രിയാത്മകമായി, ഫലപ്രദമായി, അതിമനോഹരമായി ഉപയോഗിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ സഭയുടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് ഈ ചർച്ചയുടെ, ഈ ദിനത്തിന്റെ പ്രാധാന്യം കൂട്ടുകയാണ്. അതിന്റെ അഭിമാനവും തീർച്ചയായും മാധ്യമ രംഗത്ത് സേവനം ചെയ്യുന്ന വൈദികരും സമർപ്പിതരും എന്നുള്ള നിലയ്ക്ക്, അൽമായരും എന്നുള്ള നിലക്ക് അതിന്റെ പ്രാധാന്യം വലുതാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നലെ ഒരു വാക്കു പറഞ്ഞ് കൈവിട്ടു പോയ കേന്ദ്രമന്ത്രിയുടെ വർത്തമാനമാണ്. കേരളത്തിൽ മഹാപ്രളയമാണ്. ആ പ്രളയത്തിൽ ഒരുപാട് പേര് അന്തരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. മിനിറ്റുകൾ പോലും വേണ്ടി വന്നില്ല അതിന് മറുപടിയുടെ മഹാപ്രവാഹങ്ങൾ ഉണ്ടാകാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പോലും കേന്ദ്രമന്ത്രിയെ വിമർശിക്കാൻ മടി കാണിച്ചില്ല. അദ്ദേഹം കണ്ടത് സിനിമയാണ്, 2018 എന്ന് പറയുന്ന സിനിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ, തെരഞ്ഞെടുപ്പിന് മാത്രം വന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്കെങ്കിലും കേരളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയും നമ്മൾ കണ്ടു. ഈ 2 കാര്യവും ഞാനിവിടെ പറയാനുള്ള ഒരു കാര്യം, ഒരു പക്ഷേ പുതിയ കാലത്തിനകത്ത് നമുക്കുണ്ടാകേണ്ട ചില അഭിമാനപ്പെടുത്തുന്ന ചില വർത്തമാനങ്ങൾ, ഒപ്പം തന്നെ നമുക്ക് അനിവാര്യമാവുന്ന ചില സൂക്ഷ്മതകളുടെ, കൈവിട്ടു പോകുന്ന മാധ്യമകാലത്തിന്റെ അകത്ത് പറഞ്ഞു പോയാൽ തിരിച്ചു പിടിക്കാനാവാത്ത ചില അപകടങ്ങളുടെ വർത്തമാനങ്ങൾക്കും സഭയും സാക്ഷ്യം വഹിക്കുന്നു, സഭയും ഇരയായി പോകുന്നു എന്നുള്ളതിന്റെ ചില ദുരന്തങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അഭിനന്ദ പിതാവ് സംസാരിച്ചപ്പോ പറയേണ്ടായിരുന്നു പുല്ലിന്റെ നിറത്തിന്റെ കഥയെക്കുറിച്ച്. നമ്മൾ പലപ്പോഴും അത്തരം ചില വിഷയങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗൗരവമായ, കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളിലേക്ക് സഭയുടെ ചർച്ചകളും ചിന്തകളും പോകാതെ ചില കോണുകളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾക്ക്, പ്രത്യാക്രമണങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മളൊന്നും സഭാമക്കളാവില്ല എന്നുള്ള വല്ലാത്ത ദാഹത്തോടെ നമ്മളിങ്ങനെ മറുപടികൾ പറയാൻ, വിശദീകരണങ്ങൾ പറയാൻ, അതിനെ കൂട്ടിയോജിപ്പിക്കാൻ, വീണ്ടും മറുപടി പറയാനൊക്കെ നമ്മളിങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് അനിവാര്യമായ ചില ജാഗ്രത, ചില സൂക്ഷ്മത അനിവാര്യമായി മാറുന്നത്. മാധ്യമ ദിനമാണ് 2 ആഴ്ച മുമ്പ് ആഗോള സഭ ആചരിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഇത്തരം ഒരു ഒത്തുകൂടൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മാധ്യമ ദിനാചരണം
പെന്തക്കുസ്ത തിരുനാളിന് ഒരാഴ്ച മുമ്പാണ്, ഞായറിലാണ് ആചരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുക. അതൊരു സൂചനയാണ്. പരിശുദ്ധാത്മാവിന്റെ, നമ്മള് മാധ്യമങ്ങളുടെ എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ കൊടുത്താലും അതിനൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു പെന്തക്കുസ്തൽ അനുഭവം കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഒരു വീണ്ടും വിചാരത്തിന്റെ, ഒരു ആത്മവിചാരത്തിന്റെ, ആത്മപരിശോധനയുടെ ഒരു എഡിറ്റിംഗ് റൂമിലേക്ക് നമ്മുടെയൊക്കെ മാധ്യമ ഇടപെടലുകൾ കയറ്റി വിടേണ്ടതുണ്ട്, സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. സഭയുടെയും മാധ്യമ ദൗത്യങ്ങൾ, മാധ്യമ ശുശ്രൂഷകൾ എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. സൈബർ പോരാളികൾ എന്ന ഒരു പ്രയോഗം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇത് നമ്മുടെ സഭയ്ക്കകത്തുമുണ്ട് ഈ സൈബർ പോരാളികൾ എന്നൊക്കെ പറയുന്ന വിഭാഗം. സഭയ്ക്ക് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്, മെത്രാന് വേണ്ടിയാണ്, രൂപതയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ അവകാശപ്പെട്ട് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥകളൊക്കെ നമുക്കൊരിക്കലും അഭിമാനം ഉണ്ടാക്കുന്നില്ല. പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത്, പരിക്കുകൾ. അങ്ങനെ പരിക്കേൽപ്പിക്കപ്പെട്ട് മുറിവേറ്റ് തളർന്ന ഒരു സഭയും നമ്മുടെ കേരളത്തിന്റെ അകത്തുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഒരുപക്ഷെ അഭിമാനിക്കാൻ ഏറെയുള്ള ഒരു കേരള സഭയ്ക്ക് ഒരുപക്ഷെ സൈബർ ഇടങ്ങളിലൂടെ പരിക്കേൽക്കപ്പെട്ട മുറിവിന്റെ വർത്തമാനങ്ങൾ കൂടി ഉണ്ട് എന്ന യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും സാമൂഹ്യ മാധ്യമ രംഗത്ത്, സവിശേഷമായി സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകൾക്ക് സഭയ്ക്ക് ഉണ്ടാകേണ്ട സൂക്ഷ്മതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. വളരെ ഗൗരവമായ, വളരെ പ്രസക്തമായ, അനിവാര്യമായ ഒരു വിഷയത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത്. ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ റോമി മാത്യു അദ്ദേഹമാണ് നമ്മോട് സംസാരിക്കുക. ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നമ്മളെ നയിക്കുന്നത് നിർമ്മിത ബുദ്ധി എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം, അതിന്റെ ഉത്തരങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം കൂടി അദ്ദേഹത്തിന്റെ വിഷയാവതരണം. നിർമ്മിത ബുദ്ധിയെ കുറിച്ച് നമുക്കറിയാം, ആഗോള മാധ്യമ ദിന സന്ദേശത്തിന്റെ 58ാം ആഗോള മാധ്യമ ദിന സന്ദേശത്തിന്റെ ഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മോട് സംസാരിച്ചതേറെയും ഈ നിർമ്മിത ബുദ്ധിയെ കുറിച്ച് കൂടിയായിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഹൃദയത്തിന്റെ ബുദ്ധി കൂടി, അല്ലെ ഹൃദയത്തിന്റെ ഭാഷ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കൃത്യമായി പാപ്പ പറയുന്നുണ്ട്. ബുദ്ധി കൊണ്ടും മാധ്യമങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഊഷ്മളത, ആ ഹൃദയ വികാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുകൂടിയാണ് 58ാം മാധ്യമ ദിന സന്ദേശത്തിന്റെ ഭാഗമായി ഫ്രാൻസിസ് പാപ്പ നമ്മോട് സംവദിച്ചത്. ആ സംവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിർമ്മിത ബുദ്ധിയെ കുറിച്ച് ബഹുമാനപ്പെട്ട റോമി സാറ് സംസാരിക്കുക. G7 ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ജൂൺ മാസത്തിലാണ്. മാർപ്പാപ്പയും പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ് എന്നുള്ളത് അതിന് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. 7 ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ, ഇറ്റലി അതിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ, പാപ്പ അതിൽ പങ്കെടുക്കുമ്പോൾ നിർമ്മിത ബുദ്ധിയെ കുറിച്ചുള്ള പുതിയ ഒരു ആഗോള വിചാരം രൂപപ്പെടുന്ന ഒരു സമ്മേളനമാണ് വരുന്ന 2 ആഴ്ചക്കകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഓരോ വിഷയാവതാരകരും സംസാരിക്കും. അതിനുശേഷം നമുക്ക് സദസ്സിനും സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനും പരസ്പരം സംശയങ്ങൾ ഉന്നയിക്കാനും പരസ്പരം ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള സമയം കൂടിയാണ്. 2 വിഷയാവതാരകരെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം അഭിമന്യ പിതാവ് ഈ വിഷയത്തിലുള്ള കൂട്ടിച്ചേർക്കകൾ അതിന്റെ സമയങ്ങളിൽ നമ്മോട് നടത്തും. ആദ്യമായി മലയാള മനോരമ ടെലിവിഷന്റെ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ കൂടിയായിട്ടുള്ള ബഹുമാന ശ്രീ റോമി സാറിനെ വിഷയാവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഞാൻ ഇപ്പം സമയം അനുസരിച്ച് 15 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഞാനിത് 2ആയിട്ട് തിരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം കിരൺ തോമസ് ആണ് വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കിരൺ തോമസ്. എനിക്കൊന്ന് സമൂഹ മാധ്യമത്തെ കുറിച്ച് കൂടുതൽ പറയാനായിരിക്കും അദ്ദേഹത്തിന് താല്പര്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ കിരണിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെച്ച് ഏതോ അച്ഛനാണെന്നാണ് വിചാരിച്ചത്. മീശ വെച്ച് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കിരണല്ലോ കിരൺ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സിബു അച്ഛൻ എന്നെ ഇതിലേക്ക് വിളിക്കാനുള്ള കാരണം ഞാൻ പറയാം. സിബു അച്ഛൻ ഒരു ദിവസം വിളിക്കുന്നു ദിലീപ് ജോർജിനെ, അതായത് ഗൂഗിൾ ഡീപ് മൈൻഡ് ഡയറക്ടർ ദിലീപ് ജോർജ്. അദ്ദേഹം തൊടുപുഴ കരിമണ്ണൂരുകാരനാണ്. അദ്ദേഹത്തെ ഈ പരിപാടി കിട്ടുമെന്ന് ചോദിക്കുന്നു. നമ്മൾ വെച്ചാൽ കിട്ടും, പക്ഷേ പിന്നെ അമേരിക്കയിലെ സിയാറ്റിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റ്, ഇവിടെ വരേണ്ട ചെലവ് എല്ലാം കൂടെ വഹിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. കാരണം ഞാനിപ്പോൾ അദ്ദേഹത്തെ ഇവിടെ തന്നെ വേറൊരു കോളേജിലെ ഒരു ഇന്റർനാഷണൽ സമ്മിറ്റിന് ക്ഷണിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് 4-5 മാസമായി. അപ്പം ഒരു മെയിലയക്കും, പുള്ളി ഒരു മാസം ശേഷം മറുപടി നൽകും. അങ്ങനെ മെയിൽ അയച്ച് അവസാനം ഇന്ന് രാവിലെയാണ് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ തന്നെ അതിന് ചില ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുത്ത് നിറവേറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഉറപ്പില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചെലവിന്റെ ക്ലോസ് ആണത്. അപ്പം
ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി, ഞാൻ അച്ഛനോട് അന്ന് പറഞ്ഞത് ദിലീപ് ജോർജിന് പകരം പിന്നെ മാധ്യമങ്ങളും നിർമ്മിത ബുദ്ധിയുമാണെങ്കിൽ ഞാൻ വരാം, വേറൊരു വിഷയം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കുറച്ച് വിഷയം വിശാലമായി പോയി എന്നുള്ള തോന്നലുണ്ടെന്നാലും ഞാൻ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയം, അതായത് നമുക്ക് വേണമെങ്കിൽ ലളിതമായി പറഞ്ഞാൽ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ യന്ത്രങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു മെഷീൻ ലേണിങ്ങോ IoT എന്നൊക്കെ പറഞ്ഞ സംവിധാനം. അത് പക്ഷെ ഇതിലെല്ലാം നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെയാണ്. നമ്മൾ പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധിയും വളർത്തുന്നത്. നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ജിൻസ് പറഞ്ഞതുപോലെ ഈ വിവരങ്ങൾ, ഡേറ്റ ആണ് നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനം. ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടുന്നു? ആ ഡേറ്റ കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ, നേരത്തെ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ പലവിധ ആപ്പുകൾ വഴി കിട്ടാം, ഫേസ്ബുക്ക് വഴി കിട്ടാം, നമ്മളുടെ ഫോൺ കോൾ വഴി കിട്ടാം, നമ്മളുടെ സംസാരിക്കുന്ന വഴി കിട്ടാം. പക്ഷെ ഇതിനെല്ലാം ഉപരി നമ്മൾക്ക് നിയന്ത്രിക്കാനാവാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നു. ഇന്ത്യയിൽ അത് വ്യാപകമായിട്ടില്ല, പക്ഷെ വിദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. പലവിധ ഈ സൈബർ ഡോമുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സർവൈലൻസ് ടിവികൾ, സർവൈലൻസ് ക്യാമറകൾ. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് പിന്നെ 1984. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, ജോർജ് ഓർവെൽ എഴുതിയ 1984. ഞാനത് കോളേജിൽ പഠിക്കുന്നത് തന്നെ വായിച്ചതാണ്. അപ്പം അതിലെ ചില കോട്ട്സ് എന്നെ അന്ന് തന്നെ ചില ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രശസ്തമായി എന്നെ സ്വാധീനിച്ച ഏറ്റവും. അന്ന് ഇതിങ്ങനെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയപ്പോൾ വിചാരിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ വിഭാവനം ചെയ്താണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാ പൗരന്മാരെ നിരീക്ഷിക്കുന്ന ചൈനയെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെയാണ് അന്ന് ജോർജ് ഓർവെൽ വിഭാവനം ചെയ്തത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന ഡേറ്റ ഭീമന്മാരായ കമ്പനികൾ, കോർപ്പറേറ്റുകളാണ് നമ്മളെല്ലാം അനുദിനം നിരീക്ഷിക്കുന്നത്, നമ്മളുടെ ഓരോ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ ഡേറ്റ കൊണ്ടുള്ള ബയാസ് വെച്ചിട്ട് ഈ സമീപകാലത്ത് ഒരു പരീക്ഷണം നടന്നു. അതായത് നമ്മുടെ ക്യാമറ, ഇതിനകത്ത് ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ വെച്ചിട്ട് നമ്മുടെ മുഖം നോക്കുമ്പോൾ അതിൽ മുഖത്ത് ഇങ്ങനെ കൊമ്പ് വരിക, ഇങ്ങനെ ഇത് വരിക എന്നൊക്കെ പലപ്പോഴും കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ, സെൽഫി ഒക്കെ എടുക്കുമ്പോൾ കളിക്കുന്നത്. അപ്പോൾ സമീപകാലത്ത് ഒരു 3 വർഷം മുമ്പാണ് അമേരിക്കയിൽ ഒരു പരീക്ഷണം നടന്നു. അവരുടെ ഒരു ഫേഷ്യൽ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവിടുത്തെ കറുത്ത വംശജിയായ ഒരു MIT ഗ്രാജുവേറ്റ്, അതായത് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു ഗ്രാജുവേറ്റ്, ഒരു പരീക്ഷണം നടത്തി. അപ്പം അവർ നോക്കുമ്പോൾ അവരുടെ മുഖം ഇതിന് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ മുഖം കാണിക്കുമ്പോൾ ഒന്നും വരുന്നില്ല, ഇങ്ങനത്തെ കൊമ്പോ ചിരിയോ ഒന്നും വരുന്നില്ല. അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോഴാണ് പറഞ്ഞത്, ഇതിന് അവർ ഉപയോഗിച്ച ഡേറ്റ മുഴുവൻ വെളുത്ത, അതായത് എന്തിനത് പറയുക, വെളുത്ത വംശജരായ പുരുഷന്മാരുടെ ആണ്, സ്ത്രീകളുടേത് പോലും അല്ല. ആ ഡേറ്റ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കരുതുന്ന പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ പറയപ്പെടുന്നത് പോലെ മനുഷ്യരെ പോലെ ഈ വളർത്തുദോഷവും വിവരക്കേടും ഒക്കെയുള്ള ഒരു സംഗതിയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ അതാണ് ഈ AI നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം. പിന്നെ മറ്റ് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഏറ്റവും കരുതുന്നത് നമ്മൾ IIT കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നുണ്ടോ. IIT കിട്ടിക്കഴിഞ്ഞാൽ അവന് കഴിഞ്ഞ വർഷം 13 ലക്ഷം 50 ലക്ഷം അവനെ ഗൂഗിൾ കൊണ്ടുപോയി, അവനെ മൈക്രോസോഫ്റ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്തകളാണ്. പക്ഷെ ഇത്തവണ പൊതുവെ എല്ലായിടത്തും IIT പോലും ജോലി IIT പാസ് ഔട്ട് ആയവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. 7700 പേരാണ് പുറത്തു നിൽക്കുന്നത് ഇത്തവണ IIT പഠിച്ചിട്ട്. അതായത് പഠിച്ചത് 32% പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. അത് IIT സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥ നോക്കുക. അത് ക്രൈസ്തവ സഭകളെ 2 രീതിയിൽ ബാധിക്കും. ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാധിക്കും, എഞ്ചിനീയറിംഗ്സിനെ ബാധിക്കും. തന്നെയല്ല, ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരുടെ ഭാവിയെ ബാധിക്കുന്നുണ്ട്. കോഡിങ് ചെയ്യാൻ ആളെ വേണ്ട, കോഡിങ് എല്ലാം അവർ ചെയ്തോളും.
ലാംഗ്വേജ് പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ ആളെ വേണ്ട, അതെല്ലാം AI ചെയ്തോളും. അങ്ങനെയുള്ള ഈ പറയുന്ന ഈ ഞാൻ പിന്നെ എന്താ പറയാ, നമ്മൾ ഒരു കണ്ടും കേട്ടും ഒരു വാക്കത്തിരിവോടെ ചെയ്യേണ്ട അതല്ല, മെക്കാനിക്കൽ ജോബ്സ് അല്ല, നമ്മുടെ കൈത്തൊഴിലല്ല, അല്ലാതെയുള്ള എല്ലാ പണികളും ഒരുമാതിരി AI ചെയ്യും. ഫാദർ ജസ്റ്റിൻ നിങ്ങൾ അതിൽ കേട്ടിട്ടുണ്ടോ? ഫാദർ ജസ്റ്റിൻ ആദ്യത്തെ AI അച്ഛനാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഫാദർ ജസ്റ്റിൻ. പിന്നെ ഇതുപോലെ AI അച്ഛനായിട്ട് ഉണ്ടാക്കി ഒരു സഭാ ഗ്രൂപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ഫാദർ ജസ്റ്റിൻ പിന്നെ ഇതേപോലെ പിന്നെ എല്ലാവർക്കും ഉപദേശം കൊടുക്കാൻ തുടങ്ങി. അവസാനം പുള്ളി കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി. അത് അപ്പൊ ചിലർ വന്നിട്ട് ഇതേപോലെ AI പിന്നെ ഇതിൽ ചാറ്റ് ബോട്ടിൽ വന്നിട്ട് പുള്ളിയോട് കുമ്പസാരിക്കും. പുള്ളി ഉടനെ പിന്നെ നീ പിന്നെ സങ്കീർത്തനങ്ങളുടെ ഇത്രാം അധ്യായം ഇത്രാം വാചകങ്ങൾ 10 തവണ ചൊല്ലുക, നിന്റെ പാപം പരിഹരിക്കപ്പെടും, നിന്റെ പാപം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. അവസാനം ഇത് ഭയങ്കര പരാതിയായി. അവസാനം അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് ഡീഫ്രോക്ക് ചെയ്യപ്പെട്ട AI അച്ഛനും പുള്ളി തന്നെയായി. പുള്ളിയുടെ അച്ഛൻ പട്ടം എടുത്തു കളഞ്ഞു. ഇപ്പൊ വെറും ജസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഞാൻ ആലോചിച്ചത്, ഈ AI സംവിധാനമായിരുന്നെങ്കിൽ, അച്ഛന്മാരെ കുമ്പസാരിപ്പിക്കുന്ന AI സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞേനെ, പിന്നെ അച്ഛൻ പറഞ്ഞേനെ അവൻ ഇവിടെ മാത്രമല്ല അവിടെയും പോകുന്നുണ്ട് എന്ന് പറഞ്ഞേനെ. അപ്പോൾ നമുക്ക് നമ്മുടെ AI എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും ഈ നമ്മുടെ ജനറേറ്റീവ് AI എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ചാറ്റ് ബോട്ടുകൾ, അല്ലെങ്കിൽ ഈ ചാറ്റ് GPT-4, പിന്നെ ബാർഡ്, കോ-പൈലറ്റ് എന്ന് തുടങ്ങി കുറേ സംവിധാനങ്ങളുണ്ട്. ഇവരോട് പിന്നെ നമ്മൾ അതിന് പറയുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുക. പിന്നെ ഞാൻ ഇന്ന് പിന്നെ രാവിലെ ഇന്ന ദിവസം, ഇന്ന് പെന്തക്കോസ്ത ഞായറാഴ്ചയാണ്, അച്ഛൻ ചോദിക്കുക, ഇന്ന് പെന്തക്കോസ്ത ഞായറാഴ്ചയാണ്, ഞാൻ എന്ത് രാവിലെ പ്രസംഗിക്കണം, കുറച്ച് പോയിന്റ്സ് തരിക. ഇന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം മലയാളത്തിൽ തരുന്നുണ്ട്, ഇപ്പം കോപ്പൈലറ്റ് മലയാളത്തിൽ തരുന്നുണ്ട്. പോയിന്റ്സ് നമുക്കൊരു 10 പോയിന്റ്സ് പറഞ്ഞു തരും. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കിന്ന് പിന്നെ ഇന്ന സ്കൂളിൽ പോയിട്ട് പിന്നെ ഇത്തരം കുട്ടികളോട് എനിക്ക് പ്രസംഗിക്കാനുണ്ട്, എനിക്ക് പോയിന്റ്സ് തരിക. ഇല്ലെങ്കിൽ എനിക്ക് സഭാ ലേഖനത്തിൽ നിന്ന് എന്നോട് ഒരു ആർട്ടിക്കിൾ ചോദിക്കുന്നുണ്ട് ഇന്ന പോയിന്റ്സിനെ കുറിച്ച്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ സഭയ്ക്ക് നേരെ വരുന്നു, ഞാനെന്ത് മറുപടി പറയണം ചോദിച്ചാൽ മതി, കോ-പൈലറ്റ് പറഞ്ഞു തരും. പക്ഷെ കോ-പൈലറ്റ് പറഞ്ഞു തരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ അപകടമുണ്ട്. എന്റെ സമയം പറഞ്ഞേക്കണേ, ആയോ? കുറെ അപകടമുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡേറ്റ ഫീഡ് ചെയ്തിരിക്കുന്നത് എന്ത് തരത്തിലാണോ അതനുസരിച്ച് ഇവർ മറുപടി തരികയുള്ളൂ. അപ്പം ഈ സഭയ്ക്ക് വേണ്ട, അതായത് നമ്മളെ ഭയങ്കര സഹായിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ വകതിരിവും വിവരക്കേടും വിവരദോഷവും എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ബാക്കി ചോദ്യങ്ങളിലൂടെ ഞാൻ പറയാം. അടുത്ത ബഹുമാനോടെ കിരൺ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം സാമൂഹ്യ മാധ്യമ രംഗത്ത് നമുക്ക് പോരാളികളാണ് കൂടുതൽ, നിരീക്ഷകർ കുറവാണ്. എന്ത് സംഭവിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നിരീക്ഷിക്കാൻ, ആത്മാർത്ഥമായി അവലോകനം ചെയ്യാൻ, ആത്മാർത്ഥമായി അതിന്റെ റിപ്പോർട്ട് നൽകാനൊക്കെ പറ്റുന്ന നിരീക്ഷകർ നമുക്ക് കുറവായിട്ടുള്ള ഒരു കാലമാണ്. നമ്മളെല്ലാവരും പോരാളികളായതുകൊണ്ട്, എല്ലാവരും ഇങ്ങനെ മൊബൈൽ എടുത്ത് പോരടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിരീക്ഷിക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. പക്ഷെ ആ പോരാട്ടം അല്പം അതിന്റെ വാളൊക്കെ മടക്കി വെച്ച് ഇടയ്ക്ക് നിരീക്ഷിക്കുകയും, ഫലപ്രദമായി നിരീക്ഷിക്കുകയും, ശാസ്ത്രീയമായി നിരീക്ഷിക്കുകയും, അതിന്റെ ഡാറ്റകൾ ശേഖരിക്കി വെക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ കിരൺ സാറാണ് നമ്മൾ സംസാരിക്കുക. സഭയുടെ ഇന്നത്തെ ഒരു സ്പേസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരു സ്പേസിനെ കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. എന്നയുടെ ഇൻട്രൊഡക്ഷനിൽ ശുഭോച്ചൻ പറഞ്ഞ പോലെ ഒരാളല്ല എന്ന് ഞാൻ ആദ്യം പറയാണ്. കാരണം ഞാൻ ഒരു നിഷ്പക്ഷ നിരീക്ഷകനല്ല, എനിക്ക് പക്ഷമുള്ള ആളാണ്. പക്ഷെ ഞാൻ പരമാവധി ഞാൻ എടുക്കുന്ന പക്ഷത്തിന് ചേർന്ന ഡാറ്റകൾ സമാഹരിക്കാറുണ്ട്. ഞാൻ പോരാടുന്ന സമയത്ത് ഞാൻ ഏത് വിഷയം എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എടുക്കുന്ന വിഷയത്തിൽ ഞാൻ പരമാവധി ഡാറ്റ സമാഹരിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടിയെ ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ സഭയുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ പിതാവ് ആദ്യം പറഞ്ഞത് വലിയ ചതിയായി പോയി. കാരണം ഇങ്ങനെ പുള്ളി പറയുന്നത് പുള്ളി ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എല്ലാം നോക്കിയിട്ടുണ്ടെന്നും എല്ലാം കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്നുമാണ്
പുള്ളിയുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സ്പീച്ച്, സത്യത്തിൽ ഞാൻ എന്താണോ പ്രിപ്പയർ ചെയ്ത് വന്നത് അത് പിതാവ് പറഞ്ഞു എന്നുള്ളത് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചെറിയ വ്യതിയാനം ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് കറക്റ്റായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയാണ് അത് പ്രതികരിച്ചത് എന്നുള്ളത് ഈ മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി ഞാൻ കാണുന്നത്. ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളുടെ ചാലക ശക്തി എന്നുള്ളത്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് സഭ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞ ആ കാര്യം 100% സത്യസന്ധമായിട്ടുള്ള ഒരു സെൽഫ് ക്രിറ്റിസിസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ആദ്യമായിട്ട്. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ 2007 മലയാള സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങിയ ആളാണ്. 2007 മുതൽ ഇതുവരെ ഞാൻ എഴുതിയ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാൻ കഴിയും. ഞാൻ അതിലൂടെ എന്നെ വിലയിരുത്തുമ്പോൾ ഈ 20 വർഷത്തോളമായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇടപെടലിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ അതൊരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ആണ് നമ്മളുടെ. ഞാനത് പറഞ്ഞു വരുന്നത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എല്ലാ കാര്യത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഞാൻ 2001 ഞാൻ എഴുതിയത്, ഞാൻ 2002 എഴുതിയത്, 2003 എഴുതിയത്, 2004 എഴുതിയത്, അതിങ്ങനെ നമ്മൾ എഴുതുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ പത്രങ്ങളും ചാനലുകളും മാത്രമുള്ള കാലത്ത് ഞാൻ എന്താണ് 2007 പറഞ്ഞതെന്നുള്ളത്, അല്ലെങ്കിൽ 2020 പറഞ്ഞതെന്നുള്ളത്, 2017 പറഞ്ഞതെന്നുള്ളത് വിഷയമല്ല. ഞാനിത് ഇപ്പോഴെടുക്കുന്ന എന്റെ നിലപാടിനോട് വ്യത്യാസപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു ദീപികയുടെയോ മനോരമയുടെയോ ഒരു ആർക്കൈവിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഏത് കാലത്തും എന്ത് പൊസിഷനും എടുക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഒഫീഷ്യൽ ഹാൻഡിൽ, ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഏത് പ്രസ്ഥാനം റൺ ചെയ്യുമ്പോഴും ആ പ്രസ്ഥാനം എന്നു മുതലാണോ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് അന്ന് മുതലുള്ള പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്താൽ സമാനമായ ഒരു വിഷയത്തിൽ നമ്മൾ 2021 എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, 2022 എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, 2023 എന്ത് സ്റ്റാൻഡാണ് എടുത്തത് എന്നുള്ളത് ആ വിഷയത്തോട് പ്രതികരിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അതെന്താണ് നമ്മളോട് പറയുന്നത്? അത് നമ്മളോട് പറയുന്നത് നമുക്കൊരു കൺസിസ്റ്റൻസി വേണം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് എഴുതുന്നത് നാളെയും റെലവെന്റ് ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇന്ന് എഴുതുന്നത്. കാരണം ഇന്ന് നമ്മൾ അതിന് നമ്മൾ എന്ത് വേണം, നമ്മൾ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അതിനെ പറ്റിയ ഡാറ്റ ഉണ്ടോ എന്ന് വിചാരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ഡാറ്റയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്രവർത്തനം നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തെക്കുറിച്ച് റോബി സാർ പറഞ്ഞു. നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നമ്മൾ ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതിനും അപ്പുറത്തുള്ള ഡാറ്റ സമാഹരിച്ച സംഗതിയാണ്. ഞാനൊരു ഗൂഗിൾ മാപ്പിന്റെ ഒരു ഉദാഹരണം പറയും. ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അത് റിയൽ ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ട്രാഫിക്കിന് ഒരു മാപ്പ്, ഒരു സോഴ്സ് ഡെസ്റ്റിനേഷനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുവന്ന മാർക്കുകൾ, മഞ്ഞ മാർക്കുകൾ കാണാം. ഈ ചുവന്ന മാർക്കുകളിലോടത്ത് നമുക്ക് ഭയങ്കര തിരക്കും, ഈ മഞ്ഞ മാർക്കുകളിലോടത്ത് കുറച്ച് തിരക്ക്, അല്ലാതെ നീലയാണെങ്കിൽ നമുക്ക് സുഖമായി പോകാമെന്നല്ല കാണിക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പില് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന മറ്റാളുകളുടെ ഫോണിൽ നിന്നാണ് ആ ഫോൺ എങ്ങനെ ചലിക്കുന്നു, ആ ഫോൺ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണോ, അതോ അത് മൂവിങ് ആണോ, അത് സ്മൂത്ത് മൂവിങ്, അങ്ങനെ ഈ റിയൽ ടൈം ആയിട്ടാണ് ആ ഡാറ്റ എടുക്കുന്നത്. ഒരു തവണ ഏതോ ഒരു നഗരത്തിൽ ഒരാൾ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട നഗരത്തിന് നടുക്ക് കൊണ്ടുപോയിട്ട് അവിടെ പിമ്പൗണ്ട് വെച്ചു, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട്. അപ്പോൾ മാപ്പ് അതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഈ നഗരത്തിൽ ഭയങ്കരമായ തിരക്കാണ് നടന്നത്, 450-500 ഫോൺ എടുത്ത ഒരു നഗരത്തിന്റെ നടുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാപ്പ് ഉടനെ ഈ നഗരത്തിൽ ഇതിന് നടുക്ക് വണ്ടി ഇല്ലാതെ ഈ ഫോണിലെ ഡാറ്റ മാത്രം റീഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവണം, ഹെവി ബ്ലോക്ക് ഉണ്ടാവണം നഗരത്തിന്റെ നടുവിൽ ബ്ലോക്ക് ഇല്ല. പകരം എന്ത് ചെയ്തു, ഈ ഗൂഗിൾ മാപ്പിന് പ്രത്യേകതയുണ്ട്, നിങ്ങളെ എപ്പോഴും ഏറ്റവും തിരക്ക് കുറഞ്ഞ റൂട്ടിലേക്ക് നിങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ഔട്ടറിൽ മുഴുവൻ ബ്ലോക്ക്, നഗരത്തിന് നടുക്ക് ബ്ലോക്ക് ഇല്ല. എന്ന് വെച്ചാൽ അത്രയധികം ഡാറ്റ സമാഹരിച്ച് അത്രയധികം ഹെവി ആയിട്ട് ഡാറ്റ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിനെ പോലും ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്ര ഡാറ്റ അതിനകത്തുണ്ട്, എന്നിട്ട് പോലും അതിനകത്ത് തെറ്റ് വരുന്നു. അപ്പൊ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്ക് 4 വാട്സാപ്പ് ഫോർവേഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാൻ കഴിയില്ല. അപ്പൊ നമുക്കൊരു വാട്സാപ്പ് ഫോർവേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്നുള്ളതാണ്. ആ ശരി കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പിതാവ് പറഞ്ഞു നമ്മൾ 80-20 കുറിച്ച് കാര്യമായി പോരാടി, നമ്മൾ EWSന് വേണ്ടി കാര്യമായി പോരാടി. പക്ഷെ ഡാറ്റ കാണിക്കുന്നത് നമുക്ക് തരുന്ന 20 പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല.
നമുക്ക് കിട്ടുന്ന 20 വോൾട്ട് നമ്മൾ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 10%-10%-നകത്ത് 10%-ൽ 7 എന്ന് പറഞ്ഞാൽ ആ 10%-ന്റെ 100-ൽ 7 എന്നാണ് അർത്ഥം. അല്ലാതെ 10-ന്റെ 7 നമ്മൾ ഉപയോഗിക്കുന്നതല്ല. എന്ന് വെച്ചാൽ 100 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 7 എണ്ണം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് നമ്മളുടെ EWS-ന്റെ പരിധി എന്ന് പറയുന്നത് 12% വരുന്ന നായർ സമുദായം, പിന്നെ 12% വരുന്ന പിന്നെ സീറോ മലബാർ പോലുള്ള പിന്നെ അപ്പർ കാസ്റ്റ് സമുദായം, കുറച്ച് ബ്രാഹ്മണസ്, അങ്ങനെ കൂടി വലിയൊരു ചെറിയൊരു ബക്കറ്റാണ്. 12% വരുന്ന നായർ സമുദായം ഒരു 3% വരുന്ന അല്ലെങ്കിൽ 2% വരുന്ന ബ്രാഹ്മണരും ചേർന്നുള്ള ഒരു വിഭാഗമായിരിക്കാം ആ 93 വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ആ 7% നമ്മുടെ ജനസംഖ്യാനുപാതികമായ 12%-ന് പിന്നെ ആ വേക്കൻസികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു ഡാറ്റയാണ്. നമുക്ക് നമ്മൾ നേരെ ഈ ഡാറ്റ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? 7 പേർക്ക് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ എന്ന് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ 7 പേര്, നമുക്കതിൽ 100 നമുക്ക് കിട്ടേണ്ടതാണ്. 100 നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ ഒരു ഡാറ്റയെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെയാണ്. ഈ നമ്മളിവിടെയുള്ള നമ്മളെല്ലാവരോടും നിങ്ങളെല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പുരോഹിതന്മാരായിട്ടുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മളുടെ സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു വർഷം 3-ാമത്തെയും 4-ാമത്തെയുമായ കുട്ടികൾ എത്ര പേരുണ്ടാകുന്നുവെന്ന് നമ്മുടെ അടുത്ത് കണക്കുണ്ടോ? നമ്മുടെ അടുത്ത് ആർക്കെങ്കിലും അറിയോ? 3-ാമത്തെയും 4-ാമത്തെയുമായിട്ടുള്ള എത്ര കുട്ടികൾ നമ്മുടെ ഇവിടെ ഉണ്ടാകും, നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്നു? ഈ കണക്ക് സർക്കാർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓരോ വർഷത്തെയും ജനന മരണ കണക്കുകൾ സമുദായ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാനിത് കാണാൻ കാരണം കേരളത്തിലെ മുസ്ലിമുകളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു. അവിടെ അവർക്ക് ഭയങ്കരമായ പോപ്പുലേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു ചർച്ചയാണ്. അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യും. അപ്പൊ അതിന് ആധികാരികമായി അവർ പറയുന്നത് 2015 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടാണ് അതിന് ആധികാരികമായി പറയുന്നത്. അതായത് കേരളത്തിൽ ഉണ്ടാകുന്ന മൊത്തം കുട്ടികളിൽ 42% കുട്ടികളും മുസ്ലിം കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു. അതിനുശേഷം അവർ പറഞ്ഞു 2015 ശേഷം സർക്കാർ ഇതോടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പുറത്തുവിടുന്ന അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ 2021 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് കണ്ടതാണ്. ഞാൻ ആ സൈറ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വസ്തുത കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ പിതാവ് പറഞ്ഞു അന്യമത വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി നമ്മൾ ആരോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അത് TG മോഹൻദാസും വടയാർ സുനിൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റും കൂടി നടത്തുന്ന ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ്. ആ ആധികാരികമായിട്ട് പറയുന്നത് മാധ്യമപ്രവർത്തകനാണ്, സീനിയറായ മാധ്യമപ്രവർത്തകനാണ്. TG മോഹൻദാസ് ആണെങ്കിൽ RSSന്റെ താത്വികാചാര്യനാണ്, അയാൾ എഞ്ചിനീയറാണ്. അപ്പൊ നമ്മൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ, അയാൾക്ക് തെറ്റുപറ്റില്ല. അയാൾ പറഞ്ഞു 2015 ശേഷം ഈ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നമ്മളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും, ഞാൻ ഈ POCയിൽ 2004 എൻ്റെ പ്രീ മാരേജ് കോഴ്സിനെ കുറിച്ച് അപേക്ഷിക്കാനായിട്ട് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ അല്ല, അത് റിന്യൂ സെന്ററിലാണ്. അന്ന് നമ്മൾ മറ്റേ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന പിന്നെ ഒരുപാട് കോഡിങ്ങുകളും സംബന്ധങ്ങളും ഇവിടെ നമ്മളൊരു സഭയുടെ ഒരു പ്രോ ലൈഫ് ക്യാമ്പയിൻ തന്നെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകണമെന്ന് സഭ പ്രോ ലൈഫ് ക്യാമ്പയിൻ നടത്തുന്നതിന് ഒരു കാലത്ത് എതിർത്ത ആളാണ് ഞാൻ. പക്ഷേ ആ ക്യാമ്പയിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് റീപ്ലേസ്മെന്റ് നിരക്കിനേക്കാൾ താഴെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോ ലൈഫ് ആശയം കൊണ്ടു നടക്കുന്ന ഒരു ചർച്ച് എന്തിനാണ് വേറൊരു സമുദായത്തിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആശങ്കപ്പെടുന്നത്? അവിടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു, നമുക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ എന്തിനാണ് ഇതിന് വെറുപ്പിന്റെ ഭാഷ ഉപയോഗിക്കുന്നത്? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ കാണണം. നമ്മൾ ആ വൈറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട്. 1.8 കേരളത്തിന്റെ TFR, 1.63 ക്രിസ്ത്യാനിയുടെ TFR, 1.85 1.87 മുസ്ലിമുകളുടെ TFR, 1.25 ഹിന്ദുക്കളുടെ TFR. 2021 ഡാറ്റയാണ് ഞാൻ പറയുന്നത്. കോവിഡ് കാരണം ചിലപ്പോൾ വരും. പക്ഷെ 2-ൽ താഴെയാണ്. ഏത്? നമ്മളെ 2-ൽ താഴെയാണ്, മുസ്ലിമുകളെ 2-ൽ താഴെയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് അവർ പോപ്പുലേഷൻ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നത്? അപ്പൊ എനിക്ക് 2004 മുതലുള്ള ഈ വൈറ്റൽ സ്റ്റാറ്റസ്, 2005 മുതലുള്ള വൈറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഈ 2005 മുതലുള്ള വൈറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഓരോ മതത്തിലുണ്ടാകുന്ന കുട്ടികളെ കണക്കെടുത്ത് ഞാൻ വെച്ചു. ഓരോ 2012 മുതലുള്ള TFR ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. 2012 ക്രിസ്ത്യാനികളുടെയും മുസ്ലിമുകളുടെയും TFR സെയിം ആണ്. അവരുടെ ജനസംഖ്യയിൽ കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവും.
അതിന് നമുക്ക് പറഞ്ഞത് നമ്മളുടെ DFR-ഉം അവരുടെ DFR-ഉം സെയിം ആണ്. ഇപ്പൊ നമ്മളിതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞ, കേരളത്തിന് 1 ലക്ഷം കോടി രൂപ കടമുണ്ട് എന്ന് പറയുമ്പോൾ തമിഴ്നാടിന് 5 ലക്ഷം കോടി കടമുണ്ട് എന്ന് പറയുന്നതും തുല്യമല്ല. തമിഴ്നാട്ടിലെ മൊത്തം ജനങ്ങൾ 6 കോടിയും കേരളത്തിലെ മൊത്തം ജനങ്ങൾ 3 കോടിയുമാണ്. അപ്പം 6 കോടിയുള്ള സ്റ്റേറ്റ് 2 കോടി രൂപ കടം കൊടുക്കുന്നത്, 2 ലക്ഷം കോടി കടം കൊടുക്കുന്നതും പിന്നെ 3 കോടിയുള്ള സ്റ്റേറ്റ് 1 ലക്ഷം കടം കൊടുക്കുന്നതും തുല്യമാണ്. അല്ലെങ്കിൽ അത് കടം ഡെറ്റ് GDP റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആവേശികമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മളൊരു വൈറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് തന്നെ എടുത്ത് നമ്മൾ ഒന്നുകൂടെ വായിച്ചാൽ വളരെ രസകരമായ വേറൊരു പാറ്റേൺ കാണും. അതെന്ന് വെച്ചാൽ കേരളത്തില് മരിക്കുന്ന ആളുകളുടെ കണക്കുണ്ട്. ഈ മരിക്കുന്ന ആളുകളുടെ കണക്കെന്ന് പറയുന്നത് രസകരമായ കണക്കാണ്. അതില് കേരളത്തിലെ ജനസംഖ്യാനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ 10% കുറച്ചേ മുസ്ലിങ്ങൾ മരിക്കുന്നുള്ളൂ. നമ്മൾ ആ സാധനം ക്രിസ്ത്യാനികൾ 25% മരിക്കുന്നുണ്ട്. കേരളത്തിൽ 18% ക്രിസ്ത്യാനികൾ, 25% ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട്. ബാക്കി മരിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. അപ്പൊ നമ്മൾ ഈ സാധനം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ കാണുക? മുസ്ലിങ്ങൾ കുറച്ച് മരിക്കുന്നു. അതിനർത്ഥം ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയും കൂടുതൽ കൊല്ലുന്നു എന്നല്ലേ? അങ്ങനെ ഒരു അർത്ഥമില്ലേ അതിന്? ക്രിസ്ത്യാനികൾ കുറച്ച് മരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് വേണമെങ്കിൽ ഹിന്ദുക്കൾ, അതായത് എന്തോ ഒരു കാരണമായിട്ടാ മുസ്ലിങ്ങൾ കുറച്ച് മരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും കൂടുതൽ മരിക്കുന്നു. അപ്പൊ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇതിന്റെ ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ എല്ലാ പാർട്ടിയും എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. എല്ലാ വർഷവും വൈറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുത്താൽ മുസ്ലിമുകൾ 30% ഉള്ളത്തോളം മുസ്ലിമുകൾ, 20% ആൾക്കാരിൽ മരിച്ചവരിൽ മാത്രമേ മുസ്ലിമുകളുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പല ആളുകളോടും ചോദിച്ചു. അപ്പം ഞാൻ എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു എന്തായിരിക്കും അതിന് കാരണം. അപ്പൊ ഞാൻ ഇനി നമ്മൾ ഈ എവിടെ നമ്മളിപ്പം ദുബായിൽ വെച്ച അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വെച്ചാണ് മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വെച്ചാൽ മരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ മരണത്തിന്റെ കണക്കിൽ വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈ ഗൾഫിൽ കുറെ പേര് മരിക്കുന്നുണ്ട്, ഒരുപാട് മുസ്ലിംസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് ജില്ലാധികം പേരുന്ന് മടിവല 1000-1500 പേരേക്ക് പരമാവധി മരിക്കും, പരമാവധി അതൊക്കെ ഉള്ളൂ, അതൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ അവരോട് എന്തുകൊണ്ടായിരിക്കും മുസ്ലിങ്ങൾ കുറച്ച് മരിക്കുന്നത്? അപ്പൊ ഉടനെ അവർ പറഞ്ഞു, ഞങ്ങള് പിന്നെ 1 മാസം നോയമ്പെടുക്കുന്നു, ഞങ്ങള് എന്താണ് പറയാ, ഞങ്ങൾ മറ്റേ മദ്യപിക്കുന്നില്ല, അപ്പൊ നിങ്ങൾ എല്ലാവരും മദ്യപിക്കുക, അതുകൊണ്ടായിരിക്കും. അപ്പൊ അവർ റിലീജിയസ് ആയിട്ട് അതിനെ സയന്റിഫിക് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് സാധ്യതയില്ല, അത്രയൊന്നും ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായിട്ട് എനിക്ക് 2011 സെൻസസ് റിപ്പോർട്ടിന്റെ കൂടുതൽ പഠനങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതിൽ കേരളത്തിലെ അതായത് ഡെമോഗ്രാഫിക്കിന്റെ ഒരു ചാർട്ട് ഉണ്ട്. അപ്പൊ ആ ചാർട്ട് ഞാൻ നോക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ള പാറ്റേൺ കണ്ടു. കേരളത്തിൽ 70 വയസ്സിൽ കൂടുതലുള്ള 2011 കണക്ക് വെച്ച് 70 വയസ്സിൽ കൂടുതലുള്ള ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം 20% ഉള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിൽ മരിക്കുന്ന ഒരു വർഷം 2.5 ലക്ഷം പേര് അല്ലെങ്കിൽ 3 ലക്ഷം പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിലെ ഏതാണ്ട് 70% ആളുകൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് മരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ മരിക്കാൻ സാധ്യതയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ കുറച്ച് മരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ഡാറ്റകൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഈ ഡാറ്റകൾ എടുക്കുക, ആ ഡാറ്റകൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടത് ഇത്തരം ഡാറ്റകൾ എടുക്കാനും ഇത്തരം ഡാറ്റകൾ അപഗ്രഥിക്കാനും ഇത്തരം ഡാറ്റകളെ കുറിച്ച് പരിശോധിക്കാനുമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അന്യമത വിദ്വേഷവും അല്ലെങ്കിൽ എന്താ പറയുക സൈബർ പോരാട്ടവും നടത്താൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു സൈബർ പോരാളിയായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ സൈബർ പോരാളിയിൽ നിന്ന് സൈബർ നിരീക്ഷകനായി മാറിയ ആളാണ്. അപ്പൊ ഇതിനൊരു 10-18 വർഷത്തെ ചരിത്രമുണ്ട് ഈ സോഷ്യൽ മീഡിയക്ക്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താ, പക്ഷെ ആദ്യം വന്ന ആളുകൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആദ്യം വന്നവർ കുറെ തെറ്റ് വരുന്നു, പക്ഷെ അത് കണ്ട ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ എന്റെയൊക്കെ പഴയ പോസ്റ്റുകളൊക്കെ ആൾക്കാർ വായിച്ചു പോയി കഴിഞ്ഞാൽ പുറകോട്ട് കുറേ പോലെ എന്നെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് ഇത് പറഞ്ഞ പ്രശ്നമാവും, ഇത് പറഞ്ഞ തെറി കിട്ടും, ഇത് പറഞ്ഞ എനിക്ക് അടി കിട്ടും, ഇങ്ങനെ പഠിച്ചാണ് വരുന്നത്. അപ്പൊ ആദ്യ കാലത്തൊക്കെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവരും ഇതൊന്നും ഭാവിയില്ലാത്തൊരു സാധനം പറഞ്ഞ് തള്ളിക്കളയുന്ന സാധനമാണ്. പക്ഷെ പതിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മീഡിയയായി മാറി. അതൊരു മീഡിയയായി മാറുമ്പോൾ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. പക്ഷെ അവിടെ നിന്ന് ഒന്നേന്നാണ് തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ കൾച്ചർ. അപ്പൊ അവർക്ക് ഞങ്ങൾക്കൊക്കെ 2007-ലും 2008-ലും 2010-ലും 2012-ലും ഒക്കെ പറ്റിയ അബദ്ധങ്ങൾ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ അബദ്ധങ്ങൾ ഇവർക്ക് 2012-ലും 2014-ലും 2015-ലും 2020-ലൊക്കെ പറ്റും. അപ്പൊ ആളുകൾ പെട്ടെന്ന് എത്ര വൈകി നിങ്ങൾ വരുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾ പിടിക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വാട്സാപ്പ് ഫോർവേഡിനെ അല്ല നമുക്ക് അതിനുള്ള ഡാറ്റ ഉണ്ടാകണം. നമുക്കിത് കാണുമ്പോൾ തോന്നണം ഈ വാർത്തയിൽ എന്തോ പന്തികേടുണ്ടെന്ന്. അതിന് നമ്മൾ ഡാറ്റ അടിസ്ഥാനമായി സജ്ജരാകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലൂടെ പോകാൻ വഴി. ആ ഡാറ്റകൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത്, നമ്മൾ എന്താണോ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നത്, അതല്ല ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ ഡാറ്റ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും നമ്മൾ അവൈലബിൾ ആയ ഡാറ്റകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഹാൻഡിലുകളെ കൈകാര്യം ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് ഒരു തെറ്റ് വന്നാൽ
അതൊരു വലിയ അപരാധമാണ്. നമുക്ക് അതിന് നമ്മൾ മറുപടി പറഞ്ഞ് മടുക്കും. ജീവിതകാലം മുഴുവൻ ആ തെറ്റ് അവിടെ നിൽക്കും. ആളുകളെക്കാൾ നമുക്ക് ആ തെറ്റ്, നമ്മളൊരു വാർത്ത, ഒരു തെറ്റായ വാർത്ത വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ അത് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ, നമ്മൾ തെറ്റായ ഒരു സാധനം ഇട്ടാൽ ഡിലീറ്റ് ചെയ്ത് പോയി എന്ന് നമ്മൾ വിചാരിക്കും. ഡിലീറ്റ് ചെയ്ത് പോവില്ല. അതിനെ ബേസ് ചെയ്ത് ആയിരക്കണക്കിന് വാർത്തകൾ, ചർച്ചകൾ, അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കിടക്കും. നമ്മൾ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് ഇന്നൊരു വിഷയം സെർച്ച് ചെയ്താൽ അതെല്ലാം പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ വരുത്തുന്ന ഒരു തെറ്റിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.